ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ കാട്ടാളൻ സിനിമ കണ്ടു. അതായത് ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളി നായകനായിട്ടുള്ള പടം. പടം എൻ്റെ പൊന്നോ, അത് ഫുള്ളി ആക്ഷൻ പടമാണ്. അതിൽ എനിക്ക് എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പടത്തിലെ BGM. അമ്മാതിരി. അത് മാർക്കോലൊക്കെ BGM ഉണ്ടായില്ലേ, അതിൻ്റെ ഒരു കണക്കാണ് ഇതിലും BGM വന്നിട്ടുണ്ട്. എന്തായാലും രസമായിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ജഗദീഷ് നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആനക്കൊമ്പും അങ്ങനത്തെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. പക്ഷേ അത് കൂടുതലൊന്നും പറയല്ല. പിന്നെ ഞാൻ ഇന്നലെ തുടങ്ങി കാണുന്നതാണ്. അതായത് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മമ്മൂക്കല്ല അത് വെറുതെ ഒരു ഫോട്ടോ കാട്ടണമെന്നുള്ളൂ. അത് മമ്മൂക്കൊന്നും ഉറപ്പൊന്നുമില്ല. പിന്നെ ലോഡ് മാർക്കെന്ന് പറഞ്ഞൊക്കെ എഴുതി കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ പേരെന്തുട്ടാ, മുഹമ്മദ് ഷെരീഫോ അങ്ങനെ ഉണ്ടല്ലോ ഈ പടം പിടിച്ച്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇത് കാരണമായിക്കുള്ളൂ ലോഡ് മാർക്കെന്ന് പറഞ്ഞ അവസാനം എഴുതി കാട്ടുന്നത്. വെറുതെ അതിനു വേണ്ടി അത് മമ്മൂക്ക ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ എഴുതുന്നത്. പക്ഷേ ഇല്ല. എന്തായാലും ആയിക്കോട്ടെ. പടം നല്ല ഗംഭീര പടമാണ്. തിയേറ്റർ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും, ഉറപ്പാണ്. പിന്നെ ഇതിൽ പാട്ടുകളൊന്നും സെക്കൻഡ് ഹാഫിൽ ഒരു പാട്ടുണ്ടോ, അത് ഞാൻ ഇന്നലെ കണ്ട കറുപ്പിൻ്റെ എന്തെങ്കിലും അവിടെ. എന്തായാലും കൊള്ളാം. സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കിടിലം തന്നെ. പിന്നെ ആൻ്റണി വർഗീസ്, അത് പെപ്പയുടെ ആക്ഷനാണ് പുള്ളിയുടെ മെയിൻ സാധനം. ഇതിൽ ഫുള്ളി ആക്ഷനാണ്. ഇതിൽ പിന്നെ എനിക്ക് പേരുകൾ കൃത്യമായിട്ട് അറിയില്ല. മറ്റേ സുനിൽ ഷെട്ടിയോ അങ്ങനെ കണ്ട്, മറ്റേ ജയിലർ സിനിമയിലേക്കുള്ള എൻ്റെ പേര് സുനിൽ ഷെട്ടി എന്ന് കണ്ടെന്ന് തോന്നുന്നു. മറ്റേ ടർബോയിൽ വില്ലനല്ല, മറ്റേ മമ്മൂക്കയുടെ ഫ്രണ്ടാവുന്നത്. അപ്പോൾ പുള്ളി ഇതിൽ വില്ലൻ ക്യാരക്ടറാണ്. ഏതാണ് ഗംഭീരമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അതായത് ഒരു ഊരെന്ന് പറയും, അതായത് ഒരു കാട്ടുപ്രദേശം. അവിടെ അടക്കി ഭരിച്ച ആൾക്കാർ. എന്നിട്ട് അവിടെ നിന്ന് അതാണ് പടത്തിൻ്റെ കഥ. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ളൊരു സംഭവമുണ്ട്. എന്തായാലും എല്ലാവരും കാണാനുള്ള പടമുണ്ട്. പിന്നെ ഇതിലൊരു കൊച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് ജഗദീഷിൻ്റെ മകളായിട്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് ആ കൊച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും. പിന്നെ ഇതിൽ ലാസ്റ്റ് ഈ പടത്തിൽ, അതായത് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അൽഫോൺസ് പുത്രൻ ഈ പടത്തിലുണ്ട്. അതൊരു ഗംഭീര ഒരു വിഷ്വലായിരുന്നു. കാരണം പുള്ളിയാണ് ലാസ്റ്റ് മെയിനായിട്ട് വന്ന ആൾ. അപ്പോൾ അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ, അൽഫോൺസ് പുത്രൻ്റെ ഇതും. പിന്നെ പുള്ളിയുടെ ഗുണ്ടകളെന്ന് പറഞ്ഞാലുള്ള ഇതിൽ ഏറ്റവും രസമുള്ളത് പുള്ളിയുടെ ഗുണ്ടകളെ കാണുമ്പോഴാണ്. അതായത് ഈ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരില്ലേ, കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ AK-47 കൊടുത്ത് വീട്ടകത്ത് AK-47 ചൂണ്ടി നിൽക്കുന്നതാണ് കുഞ്ഞു പിള്ളേർ. അത് നല്ല രസമായിട്ടുണ്ടത്. എന്തായാലും പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. എന്തായാലും കണ്ടു നോക്ക്, നല്ല രസമായിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബോറടിക്കില്ല. BGM ആണ് പടത്തിൻ്റെ എടുത്ത് പറയേണ്ട സാധനം. അതൊരു അറ്റ്മോസ് തിയേറ്ററിലും കൂടി ഇരുന്നാലുണ്ടല്ലോ കിടുക്കും, നല്ല രസമായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാൻ, അതായത് പ്രൊഡ്യൂസർ, സംവിധാനം അങ്ങനെയൊന്നും ഞാൻ പറയല്ല. പടം ജസ്റ്റ് ഒന്ന് കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും കൊള്ളാം. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 അങ്ങനെയൊക്കെ വരുമെന്ന് തോന്നണു. എന്തെങ്കിലും അവിടെ മറ്റേ മികായിൽ ഇറങ്ങി കഴിഞ്ഞിട്ടല്ലേ മാർക്ക് വന്നേ. ഇതിൽ സിദ്ദിഖ് മറ്റേ മികായലിലെയും അതേപോലെ തന്നെ മാർക്കോലൊക്കെ പുള്ളിക്കാരൻ കറുത്ത ഡ്രസ്സ് ഇട്ട് ആ ഒരു സ്റ്റൈൽ തന്നെ ഇതിലും പിടിച്ചോളാം. ചിലപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ പോലെ ആയിരിക്കും ഇതിലും സിദ്ദിഖ് വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും കാണേണ്ടവർക്ക് കാണാം. ശരി.